നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പദ്ധതികൾ അവതാളത്തിലാണെന്ന പ്രചരണം വികസന വിരുദ്ധരുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട്ട് LDF റാലി. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ കാലുപിടിക്കുന്നു. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കിയതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. നെല്ലു സംഭരണവും വില വിതരണവും വേഗത്തിലാക്കും. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചിറയിൽ കർഷകരുമായി മന്ത്രിയുടെ സംവാദം. വാളയാർ ടോൾ പ്ലാസയിൽ വൻ MDMA വേട്ട. 1 കിലോ MDMAയുമായി തൃശൂർ മുകുന്ദപുരം സ്വദേശിയായ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് മുകുന്ദപുരം നന്ദിക്കര പറങ്ങോടത്ത് വീട്ടിൽ 26 വയസ്സുള്ള ദീക്ഷിത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെയിരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും ഇതിൽ മാറ്റമുണ്ടാകാമെന്നും റസാഖ് പാലേരി. തകർച്ചയിലായ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷം. 90 ലക്ഷം രൂപ ചിലവിൽ 2.5 കിലോമീറ്റർ പാത നവീകരിക്കും. നിറവേറുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം. പൂരത്തിൽ ആറാടി തൃശൂർ, പൊട്ടിക്കയറി മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിർത്തറമേളവും. വിസ്മയം തീർത്ത് വർണ്ണക്കുടമാറ്റം. മതിവരാ കാഴ്ചകളിൽ ലയിച്ച് 10,000. AIYF 46ാമത് സംസ്ഥാന സമ്മേളനത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങളായി. സമ്മേളനം മെയ് 7-ന് തുടങ്ങും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുക 315 പ്രതിനിധികൾ. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി കച്ചവടവൽക്കരിക്കുകയാണെന്നും ഇതുൾപ്പെടെ രാജ്യത്തെ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പദ്ധതികൾ അവതാളത്തിലാണെന്ന പ്രചരണം വികസന വിരുദ്ധരുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി LDF ജില്ലാ കമ്മിറ്റി പാലക്കാട് കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് വാർഷിക പദ്ധതി അവതാളത്തിലാണെന്നും പണമില്ലെന്നും നാട് കടക്കെണിയിലാണെന്നും പ്രചരിപ്പിക്കുന്നത് ചില വികസന വിരുദ്ധരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF വന്നതോടെ സംസ്ഥാനത്ത് എല്ലാം ശരിയായി. UDFനെ കടന്നാക്രമിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ ആക്രമണം കടുപ്പിച്ചുമായിരുന്നു 1 മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം. LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു. ആ പ്രതീക്ഷാനിർഭരമായ ജനങ്ങളുടെ വാക്കുകൾ എത്ര കണ്ട് നടപ്പായി എന്നത് ആ 5 വർഷക്കാലം കൊണ്ട് തന്നെ പരിശോധിച്ച കാര്യമാണ്. ഇപ്പോൾ 9 വർഷം കഴിയുമ്പോൾ അതേ കാര്യം LDF വന്ന് എല്ലാം ശരിയായോ എന്നത് പരിശോധിക്കാൻ നമ്മുടെ നാടിന് പൂർണ്ണമായും അവകാശമുള്ളതാണ്. LDF ജില്ലാ കൺവീനർ V ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MB രാജേഷ്, GR അനിൽ, AK ശശീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, LDF MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബെന്നി ബെഹനാൻ MP. ഒരു വശത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്കാർ കൊണ്ട് നിറയുന്നു. ഈ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ തെറ്റുകളുടെയും കേന്ദ്രമായി അഴിമതിക്കാർക്കും കച്ചവടക്കാർക്കും അക്രമകാരികൾക്കും
ലഹരി വ്യാപനം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കും കടന്നു ചെല്ലാൻ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധപ്പതിച്ചിരിക്കുന്നു. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കി വെച്ചതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ ആരോപിച്ചു. ജീവനക്കാരുടെ ശമ്പളവും DAയും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും പെൻഷൻ നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് സംഭരിച്ച വകയിൽ 600 കോടി നൽകാനില്ലാത്ത സർക്കാരാണ് 100 കോടിയിലധികം രൂപയുടെ ധൂർത്ത് നടത്തി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. ആശമാരുടേതുൾപ്പെടെ ആരോഗ്യ സാമൂഹിക മേഖലകളെ സംരക്ഷിക്കുന്ന വിഭാഗങ്ങളോട് പുച്ഛവും അവഹേളനവും നടത്തുന്ന സർക്കാർ വാഗ്ദാനങ്ങളുടെയും വാഗ്ദാന ലംഘനങ്ങളുടെയും വികസനമാണ് നടത്തുന്നത്. വാർഷികാഘോഷത്തിൽ പ്രഭാത വിരുന്നിനും ചർച്ചയ്ക്കുമെത്തുന്ന പൗരപ്രമുഖരുടെ മാനദണ്ഡം എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. UDF കൊണ്ടുവന്ന നേട്ടങ്ങളല്ലാതെ ഒന്നും LDF നടപ്പാക്കിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ആർജവമായ വിഴിഞ്ഞത്തെ ഒരു വ്യാഴവട്ടക്കാലത്തെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനാവില്ല. മകൾക്കും കുടുംബത്തിനുമെതിരായ കേസുകൾ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വീഴുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്യുന്നതെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, മുൻ മന്ത്രി VC കബീർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KPCC വക്താവ് സന്ദീപ് വാര്യർ, സുമേഷ് അച്യുതൻ, P. ബാലഗോപാൽ, KA തുളസി, G. ശിവരാജൻ, PV രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരങ്ങളുടെ പൂരത്തിൽ ആറാടി തൃശൂർ. മണ്ണിലും വിണ്ണിലും കാഴ്ചകൾ നിറച്ച് ഒരിക്കൽ കൂടി പൂരം ഉത്സവപ്രേമികളുടെ മനം കവർന്നു. കൊട്ടിക്കയറി മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും എലിഞ്ഞിത്തറ മേളവും. വൈകുന്നേരം വർണ്ണക്കുടകൾ വിരിഞ്ഞു. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോടെ തൃശ്ശിവപേരൂർ പൂരച്ചടങ്ങുകളുടെ പതിവുകളിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ചെമ്പൂക്കാവ് ഭഗവതി, പനമുക്കുപിള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കൊട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. പതിനൊന്നരയ്ക്ക് തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തെക്കേ മഠത്തിന് മുന്നിലെത്തിയപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. ആയിരങ്ങളാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാൻ തടിച്ചുകൂടിയത്. കോങ്ങാട് മധുവായിരുന്നു പ്രമാണം. പാറമേക്കാവിൽ നിന്ന് ഉച്ചയ്ക്ക് 12-ന് ശേഷം ആരംഭിച്ച എഴുന്നള്ളിപ്പിന് ചെമ്പടമേളം അകമ്പടിയായി. വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ ഇലഞ്ഞിത്തറ മേളമായി ഇത് മാറി. കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണം വഹിച്ചു. വൈകിട്ട് 5:30 തെക്കേ നടയിൽ കുടമാറ്റം തുടങ്ങി. വിസ്മയം തീർത്ത കുടമാറ്റം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പൂരനഗരിയിൽ തടിച്ചുകൂടിയത്. പുലർച്ചെ 3-നാണ് വെടിക്കെട്ട്. പിന്നെ കാത്തിരിപ്പാണ് അടുത്ത പൂരത്തിന്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചെറിയിൽ കർഷകരോട് സംവദിക്കുകയായിരുന്നു മന്ത്രി. നെല്ല് സംഭരണവും വില വിതരണവും വേഗത്തിലാക്കുമെന്നും മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് മന്ത്രിക്ക് മുന്നിലെത്തിയത്. പല പരാതികളും കേൾക്കുകയല്ലാതെ നടപടിയില്ല. വാഗ്ദാനം മാത്രമാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഫുഡ് കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളിൽ ചിലത് കർഷകർക്ക് വിനയാകും. എന്നാൽ അത് നടപ്പിലാക്കാതിരിക്കാനാകില്ല. നെല്ല് ഏറ്റെടുത്ത മില്ലുകാർക്കും കുടിശ്ശികയുണ്ട്.
ഇക്കാര്യം പരിഗണിക്കണമെന്ന് മില്ലുടമകളും ആവശ്യപ്പെട്ടു. കർഷക രക്ഷയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി GR അനിൽ ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകി. നെല്ല് സംഭരണവും വിലവിതരണവും വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി K. കൃഷ്ണൻകുട്ടിയും സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സഹോദര്യ കേരള പദയാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഹമീദ് വാണിയമ്പലം ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി അമിത്ഷായുടെയും പിൻബലത്തോടുകൂടി കശ്മീരികൾക്കെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു പ്രചാരണത്തിനു വേണ്ടി ഈ കാശ്മീർ സംഭവത്തെ പ്രയോജനപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച, നമ്മുടെ ഭരണകൂടത്തിന്റെ പരാജയം, 1000-ലധികം വരുന്ന ആളുകൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അത്രയും സഞ്ചാരികളുള്ള ഒരു പ്രദേശത്ത് അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താത്ത സുരക്ഷാ വീഴ്ചയും മറ്റു പല നിഗൂഢതകളും ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ആ സുരക്ഷാ വീഴ്ചയും എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ജാഥ ക്യാപ്റ്റനും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ റസാഖ് പാലേരി, മൊയ്തീൻകുട്ടി മാസ്റ്റർ, മുജീബ് ആലിക്കൽ, ജോസഫ് ജോൺ, ഖാലിദ്, മോഹൻദാസ്, KC നാസർ, ഷക്കീല, മുജീബ് റഹ്മാൻ, ആബിദ് ഹുസൈൻ, രസ്ന തുടങ്ങിയവർ സംസാരിച്ചു. നാടിൻ്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നാകണമെന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്ര കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത്. സ്വീകരണത്തിന് മുന്നോടിയായി പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര കൽപ്പക സ്ട്രീറ്റിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെയിരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പദയാത്ര ഒറ്റപ്പാലത്തെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. അതിന് പാർട്ടി സജ്ജമാണ്. സാഹചര്യത്തിൽ മാറ്റം വരുത്താനും പാർട്ടി തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പ്രാദേശികമായി ഏതു മുന്നണിക്കൊപ്പം നിൽക്കാനും വെൽഫെയർ പാർട്ടി ഒരുക്കമാണെന്നും റസാഖ് പാലേരി പറഞ്ഞു. CPMന്റെ ചില നിലപാടുകളിൽ മാറ്റം വരണം. UDFO LDFO ചർച്ചയ്ക്ക് വന്നാൽ വാതിൽ തുറന്നു തന്നെ ഇരിക്കുമെന്ന് റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു. ആദ്യ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ LDFുമായി തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തി ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സഖാവായിരുന്നു ആ ചർച്ചകൾക്കും മറ്റും നേതൃത്വം കൊടുത്തത്. അങ്ങനെ കുറേയധികം പഞ്ചായത്തുകളിൽ ഒരുമിച്ച് മത്സരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. 45 ഇടങ്ങളിലായിരുന്നു ഞങ്ങളന്ന് വിജയിച്ചത്. അതിലധികവും CPMുമായുള്ള ധാരണയാണ് LDF ഉണ്ടായത്. പിന്നീട് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ എന്ന ഒരു വിശാല സഖ്യം രൂപപ്പെട്ടിരുന്നില്ല. അത്തരം ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. വിശാലമായ ഒരു രാഷ്ട്രീയ ഐക്യനിര രാജ്യത്തുണ്ടായി വരണം. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുമായി ഞങ്ങൾ സംവദിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത്തരം ഒരു ഐക്യനിര രൂപപ്പെട്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനെ പിന്തുണച്ചു. അതിൻ്റെ ഭാഗമായി 2019
UDF-നെയായിരുന്നു വെൽഫെയർ പാർട്ടി പിന്തുണച്ചത്. അതിനുശേഷമാണ് CPM വലിയ കടന്നാക്രമണം വെൽഫെയർ പാർട്ടിക്കെതിരെ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട്, UDF-മായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞിടങ്ങളിൽ LDF-മായി സീറ്റ് ധാരണ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾക്ക് അനുകൂലമായ നിലപാടാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. മുന്നണി രാഷ്ട്രീയവുമായി പുറംതിരിഞ്ഞ് നിൽക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. LDF-മായി UDF-മായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിലും അത്തരം ചർച്ചകൾ തുടരും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായവുമോ ഒന്നുമല്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാളയാർ ടോൾ പ്ലാസയിൽ വൻ MDMA വേട്ട. 1 കിലോ MDMAയുമായി തൃശൂർ സ്വദേശിയായ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കോയമ്പത്തൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ വെച്ചാണ് MDMAയുമായി തൃശൂർ മുകുന്ദപുരം നന്ദിക്കര പറങ്ങോടത്ത് വീട്ടിൽ 26 വയസ്സുള്ള ദീക്ഷിത്തിനെ എക്സൈസ് അധികൃതർ പിടികൂടിയത്. ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ R റിനോഷും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഏറെ നാളത്തെ ദുരിതത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷമാകുന്നു. 90 ലക്ഷം രൂപ ചെലവിൽ 2.5 കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. 50 ലക്ഷത്തോളം MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 10 ലക്ഷവും മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് 30 ലക്ഷം മുടക്കിയാണ് റോഡ് നവീകരണം. വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റും മറ്റു ഭാഗങ്ങളിൽ ടാറിങ്ങും നടത്തിയാണ് നവീകരണം. 4, 5, 6, 7 വാർഡുകളെ ബന്ധിപ്പിക്കുന്നതും മണ്ണൂരിൽ നിന്നും മങ്കര കൂട്ടുപാതയെത്താനുള്ള എളുപ്പമാർഗം കൂടിയാണിത്. ജൽജീവൻ മിഷന്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് തകർന്നത്. 2 വർഷമായി ജനങ്ങൾ ദുരിതം പേറുകയാണ്. പ്രവർത്തികൾ നടക്കുന്നതിനാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഭാഗികമായും തുടർന്നങ്ങോട്ട് ഏകദേശം 1 മാസത്തോളം ഈ വഴി പൂർണ്ണമായും റോഡ് അടച്ചിടുമെന്നും ജനങ്ങളും വാഹനയാത്രക്കാരും സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S അനിതയും വാർഡംഗം VM അൻവർ സാദിഖും ആവശ്യപ്പെട്ടു. എന്തായാലും നാളെയും മറ്റന്നാളുമായി ഈ റോഡ് ഭാഗികമായും, അത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും അടച്ചിടും. ഏകദേശം 1 മാസത്തോളം നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിനുള്ള സമയം ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ ഈ റോഡ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ സഹകരിച്ചു പരമാവധി. അതുപോലെ തന്നെ ഈ 1 മാസത്തോളം മുഴുവൻ ആളുകളും സഹകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാ ആളുകളോടും പറയാനുള്ളത്. എല്ലാവരും ഈ റോഡ് പണി കഴിയുന്നത് വരെ പൂർണ്ണമായി വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിയിലൂടെ വാഹനങ്ങളെല്ലാം പോയി ഈ റോഡിന് തടസ്സമാകാത്ത രീതിയിൽ എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AIYF 46-ാം സംസ്ഥാന സമ്മേളനത്തിന് മെയ് 7-ന് പട്ടാമ്പിയിൽ തുടക്കമാകും. രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പരിപൂർണമായി കച്ചവടവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതടക്കമുള്ള കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 315 പ്രതിനിധികൾ പങ്കെടുക്കും. മെയ് 7, 8, 9 തീയതികളായി പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിലാണ് 46-ാമത് AISF സംസ്ഥാന സമ്മേളനം നടക്കുക. പതാക കൊടിമര ജാഥകൾ, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ സെമിനാർ, കലാപരിപാടികൾ എന്നിവ ഇതിൻ്റെ ഭാഗമായി നടക്കും. 14 ജില്ലകളിൽ നിന്നായി 315 പ്രതിനിധികൾ പങ്കെടുക്കും. സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥയും സുബ്രഹ്മണ്യൻ്റെ വസതിയിൽ നിന്നും കൊടിമര ജാഥയും സമ്മേളന നഗരിയിലേക്ക് എത്തും. പതാക ജാഥ AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കൊടിമര ജാഥ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണിയും ഉദ്ഘാടനം ചെയ്യും. K അഖിലേഷ്, K ഷിനാഫ് എന്നിവർ ജാഥ ക്യാപ്റ്റന്മാരാവും. സമ്മേളന നഗരിയിൽ CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സ്വാഗത സംഘം കൺവീനർ OK സേതൽവി എന്നിവർ പതാക ജാഥയും കൊടിമര ജാഥയും ഏറ്റുവാങ്ങും. തുടർന്ന് ചോലക്കൽ ടവറിന് സമീപം കാനൻ രാജേന്ദ്രൻ നഗറിൽ സാംസ്കാരിക സമ്മേളനം നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. കവി മുരുകൻ കാട്ടാക്കട, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം AISF ദേശീയ ജനറൽ സെക്രട്ടറി ദിനേശ് ശ്രീരംഗരാജ് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി K രാജൻ, TT ജിസ്മോൾ, KP സുരേഷ് രാജ് എന്നിവർ സംബന്ധിക്കും. വൈകിട്ട് നടക്കുന്ന സെമിനാർ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസവും പ്രതിനിധി സമ്മേളനം തുടരും. KP രാജേന്ദ്രൻ, ES ബിജിമോൾ, N അരുൺ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് ചർച്ച, പുനഃസംഘടന എന്നിവയും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AISFൻ്റെ 46-ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് മാസം 7, 8, 9 തീയതികളിലായി പട്ടാമ്പിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്.
പട്ടാമ്പിയിൽ സമ്മേളനം നടക്കുമ്പോൾ പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് AISFൻ്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് ജില്ല ആതിഥ്യം അരുളുന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം 45-ാം സംസ്ഥാന സമ്മേളനം 2022 ഏപ്രിൽ 18-19 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ചാണ് ചേർന്നത്. അതിനുശേഷമുള്ള 36 മാസ കാലയളവിന് ശേഷമാണ് ഈ സംസ്ഥാന സമ്മേളനം ചേരുന്നത്. വാർത്താ സമ്മേളനത്തിൽ OK സൈതലവി, P കബീർ, K ഷിനാബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പഴയലക്കടി ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് ജമാഅത്തിൻ്റെ കീഴിലുള്ള 4 മദ്രസകൾ സ്മാർട്ടായി. 4 മദ്രസകളിലായി 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ് മുറികളാണ് സ്മാർട്ടാകുന്നത്. ആധുനിക സംവിധാനങ്ങൾ, സ്മാർട്ട് പഠനമുറി, സ്മാർട്ട് TV, കുട്ടികളെ ആകർഷിക്കാനായി ചുവരിൽ വിവിധയിനം ചിത്രങ്ങൾ, അറബിക് എഴുത്തുകൾ എന്നിവയും സ്മാർട്ട് ക്ലാസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. വിദഗ്ധ പരിശീലനം നേടിയ മദ്രസാധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പഴയലക്കടി മദുല്ലും ഖുലും മദ്രസയിൽ നടന്ന സ്മാർട്ട് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മഹല്ല് സെക്രട്ടറി PA ഷൗക്കത്ത് നിർവഹിച്ചു. മുഴുവൻ മദ്രസകളിലും അൽഹംദുലില്ലാഹ് ഈ വർഷം സംസ്ഥയുടെ പുതിയ പാഠ്യപദ്ധതി സിലബസ് പ്രകാരമുള്ള 1 മുതൽ 4 വരെ ക്ലാസുകളിൽ നിന്ന് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പഠന നിലവാരം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് ജമാഅത്തിന്റെ കീഴിലുള്ള 4 മദ്രസകളിലും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തമ്പുരാൻ ശ്രദ്ധിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. പുതിയ സിലബസ് പ്രകാരം കുട്ടികൾക്ക് കണ്ടും കേട്ടും പറഞ്ഞ് പഠിക്കുക എന്നുള്ള പുതിയ ഒരു പാഠ്യപദ്ധതിയാണ്. ഖത്തീബ് ബഷീർ അക്സരി അധ്യക്ഷത വഹിച്ചു. മുഫദീഷ് റഷീദ് ഫൈസി കടലുണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഭാരവാഹികളായ V മുഹമ്മദ്, KV സയ്യിദ് മുഹമ്മദ്, V ഗഫൂർ, P മുഹമ്മദ്, MK അബ്ദുൽ സലാം, K മൊയ്തീൻകുട്ടി, ഖാദർ ഉലുമി എന്നിവർ സംസാരിച്ചു. രക്ഷിതാക്കൾ, മഹല്ല് ഭാരവാഹികൾ, ഉസ്താദുമാർ, മദ്രസ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. മധുര വിതരണവും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2 ദിവസങ്ങളിലായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഹാളിലും കേരള കലാമണ്ഡലം നീള ക്യാമ്പസിലുമായി നടന്നു വന്നിരുന്ന പഴയന്നൂർ, വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പിന്റെ സർഗോത്സവം സമാപിച്ചു. അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവത്തിൽ 600ഓളം കലാകാരികൾ മാറ്റുരച്ചു. പഴയന്നൂർ, വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ 13 CDSകളാണ് സർഗോത്സവത്തിൽ മത്സരിച്ചത്. കലാമണ്ഡലത്തിലെ വേദിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും നിലയുടെ ലാസ്യഭാവത്തിൽ താളമേളത്തോടെ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ അവതരിപ്പിച്ചത് കലോത്സവത്തിൻ്റെ മാറ്റുകൂട്ടി. ചവിട്ടുനാടകവും കഥാപ്രസംഗവും സദസ്സുകൾക്ക് നവ്യാനുഭവമായി. സമാപന സമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആകണം എന്ന നിർദ്ദേശമുണ്ട്. കുടുംബശ്രീ രംഗം ലോകത്തിന് മാതൃകയാണെന്നും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളവരാണെന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ എനിക്ക് കൂടുതൽ അർത്ഥമുണ്ടെന്ന് കരുതുന്നില്ല. പക്ഷെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി നടത്തിയ ഈ അടുത്ത കാലത്തെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരിടപെടലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് നഫീസ KV മുഖ്യാതിഥിയായി പങ്കെടുത്തു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. പാഞ്ഞാൾ CDS 119 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 104 പോയിന്റ് നേടി വരവൂർ CDS 2ാം സ്ഥാനം നേടി. തിരുവില്ലാമല CDS 98 പോയിന്റോടെ 3ാം സ്ഥാനം കരസ്ഥമാക്കി. ട്രോഫികൾ MLA സേവ്യർ ചിറ്റലപ്പള്ളി വിജയികൾക്ക് വിതരണം ചെയ്തു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S നായർ, മായ ടീച്ചർ, സാബിറ, വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു M, വാർഡ് മെമ്പർമാർ അജിത, സുലൈമാൻ PM, CDS ചെയർപേഴ്സൺ മിനി IG, വരവൂർ CDS ചെയർപേഴ്സൺ പുഷ്പ PK, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ വടക്കഞ്ചേരി ബ്ലോക്കിലെ CDS ചെയർപേഴ്സൺമാർ വേദിയിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുഴൽമന്ദം മലമ്പുഴ ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ അരങ്ങ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സർഗോത്സവം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കുടുംബശ്രീയിലെ അംഗങ്ങളല്ലാത്തവരാരാ എന്ന് ചോദിച്ചാലാണ് വളരെ വിരലിലുണ്ടാവുന്ന ആളുകളെ ഓരോ പഞ്ചായത്തിലുണ്ടാവും. ഓരോ വാർഡുകളിലും അവിടെയുള്ള ഒട്ടുമിക്കവാറും സ്ത്രീ സമൂഹത്തിലെ അംഗങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായി കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ആരംഭിച്ച്
ഇന്നിപ്പോൾ കുടുംബശ്രീ എവിടെ എത്തി നിൽക്കുന്നു 27 വർഷമായപ്പോൾ എന്ന് ചിന്തിക്കുക. ശാക്തീകരണം സ്ത്രീകളിൽ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളിലും ശാക്തീകരണം നടന്നിരിക്കുക. തരൂർ MLA PP സുമോദ് അധ്യക്ഷത വഹിച്ചു. കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ, പെരിങ്ങോട്ടുകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി, തേങ്കുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഭാർഗവൻ, കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, കോട്ടായി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, കുഴൽമന്ദം CDS ചെയർപേഴ്സൺ V ദേവി എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC N ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് ഞാറക്കോട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മണ്ണൂർ 1-ാം മൈൽ മദ്രസയിൽ നടന്ന യാത്രയയപ്പ് യോഗം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചി കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 13 പേരാണ് ഹജ്ജിന് പ്രദേശത്തു നിന്നും പോകുന്നത്. കുടുംബത്തിലൊക്കെ യാത്ര നടത്തി പരിപാടി നടത്തി എനിക്ക് പോകാൻ പറ്റി ജീവിക്കേണ്ട കാരണം മാനഹാനി അങ്ങനെയൊന്നും ഇല്ലതില്ല. അള്ളാഹു നല്ലത് അതാണ് സെക്കൻഡ് വരെ പോകാൻ പുറപ്പെടുന്ന സമയം വരെ അതെങ്ങനെയൊക്കെയാണ് അറിയില്ലല്ലോ. അതിൽ ഉറച്ച് വിശ്വസിച്ചിട്ട് തവക്കുലാക്കിയിട്ടാണ് നമ്മളിതിനെ ഇറങ്ങണത്. പ്രത്യേകിച്ച് ഹജ്ജ് കൊണ്ടത് യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്ന യാത്രകൾക്ക് അങ്ങനെയാണ്. ചിലപ്പോൾ അതിനെപ്പറ്റി അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഞാൻ എൻ്റെ മാനഘടന ചിന്തിച്ച SYS ജില്ലാ സെക്രട്ടറി യൂസഫ് പത്രിവാല അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് സൈദലവി അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, സാദിഖ് അലി, KM അബ്ദുൽ ഹക്കീം, ഹംസ ഹാജി, അജ്മുൽ മുസ്ലിയാർ, VP ഇബ്രാഹിം, K സൈദലവി, സയ്യിദ് മുഹമ്മദ് ഹാജി, K സുലൈമാൻ, മുത്തുക്കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വയലേല വീട്ടിൽ ഗോപിനാഥൻ്റെ 6 മാസം പ്രായമുള്ള മകൻ ദൈവിൻ്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കായി മുള്ളൂർക്കര വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,56,000 രൂപ കുട്ടിയുടെ അച്ഛന് കൈമാറി. ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികളായ പ്രസിഡന്റ് PA സുലൈമാൻ, സെക്രട്ടറി KM കബീർ, ട്രഷറർ TM ഷിഹാബുദ്ദീൻ തുടങ്ങി മറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു. ചേർന്നാണ് തുക കൈമാറിയത്. ഇതുവരെ 12 ലക്ഷം രൂപ മാത്രമേ സമാഹരിക്കാനായത്. 35 ലക്ഷം രൂപ ചികിത്സാ ചെലവിനായി മാത്രം വേണം. സുമനസ്സുകളുടെ സഹായത്തിനായി അപേക്ഷിക്കുകയാണ് കുടുംബം. മാറ്റൊലി. സംസ്ഥാനത്ത് പദ്ധതികൾ അവതാളത്തിലാണെന്ന പ്രചരണം വികസന വിരുദ്ധരുടേതാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നു. സർക്കാർ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി കോട്ടമൈതാനത്ത് നടന്ന പൊതുസമ്മേളനത്തിനാണ് ഈ പരാമർശം. പദ്ധതികൾ അവതാളത്തിലാണെന്ന് പ്രചരിപ്പിക്കുന്നത് വികസന വിരുദ്ധരോ? മാറ്റൊലിയിലേക്ക്. പിണറായി സർക്കാർ കേരളത്തിൽ വികസനമൊന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുന്നവർ വികസന വിരുദ്ധരാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് തീർത്തും തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2ാം പിണറായി സർക്കാരായിക്കോട്ടെ 1ാം പിണറായി സർക്കാരായിക്കോട്ടെ കേരളത്തിൽ ഒരു വൻകിട പദ്ധതിയൊന്നും ആവിഷ്കരിച്ചിട്ടില്ല. കാരണം തുടർ പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന പദ്ധതികൾ ആ കാലഘട്ടത്തിൽ നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം പദ്ധതിയൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടപ്പാക്കി തരുന്നതാണ്. ആ പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. പുതിയ വൻകിട പദ്ധതികൾ, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പുതിയ പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല. പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച കേരയിൽ എന്ന ആശയം കേരളത്തിൽ അതിനെതിരെ വൻ പ്രതിഷേധങ്ങളാണ് കണ്ടത്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിനെതിരാണ് എന്നതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ്, അത് പൂർത്തീകരണമായിട്ടില്ല. അപ്പോൾ വികസന വിരുദ്ധരാണ് ഇത്തരം പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തീർത്തും തെറ്റ് തന്നെയാണ്. എനിക്കറിയില്ല അങ്ങനൊരു പ്രചരണം നടക്കുന്നുണ്ടോയെന്നറിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വികസനവാദമാണല്ലോ കൂടുതൽ. എല്ലാവരും വികസനവാദികളല്ലേ, വികസന വിരോധികളെവിടെ? ഇത്രയും വികസനവാദികളെ പ്രതിരോധിക്കാൻ പറ്റിയൊരു വികസന വിരോധികളൊന്നും കേരളത്തിലിപ്പോൾ ഇല്ല, നിലവിലെ സാഹചര്യത്തിലില്ല. കാരണം അതൊക്കെ ഒന്നോ അടയ്ക്കപ്പെട്ടു. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് അതാണല്ലോ ഇപ്പോൾ നമ്മുടെ അടിസ്ഥാന വികസനം. 100 ദിവസത്തിലധികമായിട്ട് സ്ത്രീ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിലും ഇപ്പോൾ ഒരു തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കേവലം 300 രൂപ ആണ് ഒരു ദിവസവേതനം. വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണത്.
വികസിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ വികസിക്കുന്നുണ്ട്. കേരള വികസനം എന്നത് എല്ലാ നല്ലവരായ നാട്ടുകാർക്കും വികസനം ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനുഭവത്തിൽ ഇപ്പം മേമ്പാലം പണി തന്നെ 18 മാസം കൊണ്ട് പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായിട്ടും നടപ്പിലായിട്ടില്ല. പിന്നെ റോഡ് പണിയാണെങ്കിൽ 2 കൊല്ലം കൊണ്ട് അപേക്ഷിച്ചത് ഇതുവരും 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് 500 മീറ്റർ ഇപ്പോൾ റോഡ് പണി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തീർത്തു വെച്ചു. അതിന് 20 ലക്ഷം ഉറുപ്പികയായി എന്ന് പറഞ്ഞു. അതും ആസ്പത്രി വരെ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പം അനുഭവത്തിൽ 20 ലക്ഷം ഉറുപ്പിക ചിലവായിന്ന് വരെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും ക്ലിയറായും തോന്നുന്നില്ല. പിന്നെ സപ്ലൈക്കലാണെങ്കിൽ എല്ലാ സാധനവും ഇല്ല, പഞ്ചസാരയില്ല. ചില സമയത്ത് സാധാരണ ജനങ്ങൾക്ക് സപ്ലൈക്ക് ഒരു നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നില്ല. കേരളം ലോകത്തിന് മാതൃകയായിട്ടൊരു സംസ്ഥാനമാണ്. നമ്മുടെ കേരളത്തിൽ വിവിധ സർക്കാരുകളുടെ കാലത്ത് വിവിധ തരത്തിലുള്ള വികസനങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ കാലത്ത് വികസന വിപ്ലവം തന്നെ നടന്നിട്ടുണ്ട്. അവനവരെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശ്രീ VS അച്യുതാനന്ദൻ അവർകൾ, അങ്ങനെ നിരവധി മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാർ അവരുടെ കാലത്ത്, അതുപോലെ തന്നെ ശ്രീ AK ആന്റണി ഇവരുടെ കാലത്ത്, അതുപോലെ ശ്രീ C അച്യുത മേനോൻ, ഇത്തരത്തിൽ നിരവധി മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നിരവധി വികസനം നടന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് പ്രതിപക്ഷത്തിരുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനം നടക്കുമ്പോൾ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരവധി പദ്ധതികൾ അവതാളത്തിലാണെന്ന് പറയുമ്പോൾ അത് മുഴുവൻ വികസന വിരോധം കൊണ്ടാണെന്ന് ചിത്രീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നടന്ന കാര്യങ്ങളെ നടന്നതായിട്ട് അംഗീകരിക്കാം. എല്ലാ പദ്ധതികളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഉദാഹരണത്തിന് കൊക്കോണിക്സ്, അതുപോലെ തന്നെ K-ഫോൺ, K-റെയിൽ തുടങ്ങിയ പദ്ധതികളൊന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. നിരവധി പദ്ധതികൾ നമുക്കറിയാം. വിഴിഞ്ഞത്തിൻ്റെ കാര്യമെടുത്താലും ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആ വിഴിഞ്ഞം പദ്ധതി തുടക്കം കുറിച്ചത് ലീഡർ ശ്രീ K കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ആ പദ്ധതിക്ക് കരാർ ഒപ്പിട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹം താല്പര്യമെടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത്. നേരെ മറിച്ച് നമുക്കറിയാം, കാരുണ്യ പദ്ധതി അത് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ശ്രീ KM മാണി സാർ അദ്ദേഹം വളരെ താല്പര്യമെടുത്ത് നടന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരുപാട് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടുന്നതാണ്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ, ചികിത്സാ കാര്യങ്ങളൊന്നും കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. അതുപോലെ ക്ഷേമ പെൻഷൻ്റെ കാര്യമെടുക്കാം. ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത് അതാത് മാസമാണ്. 2-3 മാസം കൂടിയ ശേഷം പൈസ കൊടുത്ത് അവർ നോട്ടും പിടിച്ച് പടം എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പാലക്കാട് സർക്കാരിൻ്റെ 10ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുയോഗത്തിൽ കേരളത്തിലെ വികസന പദ്ധതികളെല്ലാം അവതാളത്തിലാണെന്ന് വികസന വിരോധികളായ ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചണ്ഡ അല്ലെങ്കിൽ ഒരു പ്രചരണം മാത്രമാണെന്നാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നിസ്സാരം ത്രിതല പഞ്ചായത്ത് വകുപ്പിൽ തന്നെ അധികാര വികേന്ദ്രീകരണത്തെ തുടർന്ന് വികസന പദ്ധതികൾ എല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായി കിട്ടേണ്ട പദ്ധതി വീതം പോലും വെട്ടിക്കുറച്ച മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലാണെന്ന് പരിതപിക്കുന്നത്. ഇതേത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും വികലമായ രീതിയിൽ സർക്കാർ തീറ്റിപ്പോറ്റുന്ന വെള്ളാന വകുപ്പായ IKM-നെ കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ K-സ്മാർട്ട് എന്ന് പറയുന്ന ഒരു നൂതന സംവിധാനത്തിലൂടെ നടപ്പിലാക്കുക വഴി നിത്യേന പഞ്ചായത്ത് ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ലഘൂകരിക്കുന്നു മാത്രമല്ല, അവരെ അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നൊരവസ്ഥയാണെന്നുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് പദ്ധതികൾ അവതാളത്തിലാണെന്ന പ്രചരണം വികസന വിരുദ്ധരുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട്ട് LDF റാലി.
ക്ലിഫ് ഹൗസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന് ബെന്നി ബെഹനാൻ MP. മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ കാലുപിടിക്കുന്നു. 3.5 കോടി ജനങ്ങൾക്കുമേൽ 6 ലക്ഷം കോടി കടബാധ്യതയുണ്ടാക്കിയതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ കോൺഗ്രസ് ധർണ. ഫുഡ് കോർപ്പറേഷൻ മാനദണ്ഡപ്രകാരം മുഴുവൻ നെല്ലും ഏറ്റെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. നെല്ലു സംഭരണവും വില വിതരണവും വേഗത്തിലാക്കും. പാലക്കാട് നല്ലേപ്പള്ളി താമരച്ചിറയിൽ കർഷകരുമായി മന്ത്രിയുടെ സംവാദം. വാളയാർ ടോൾ പ്ലാസയിൽ വൻ MDMA വേട്ട. 1 കിലോ MDMAയുമായി തൃശൂർ മുകുന്ദപുരം സ്വദേശിയായ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് മുകുന്ദപുരം നന്ദിക്കര പറങ്ങോടത്ത് വീട്ടിൽ 26 വയസ്സുള്ള ദീക്ഷിത്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ വരവേൽപ്പ്. തെരഞ്ഞെടുപ്പിൽ BJP ഒഴികെ ഏതു പാർട്ടി ചർച്ചയ്ക്ക് വന്നാലും വാതിൽ തുറന്നു തന്നെയിരിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്നും ഇതിൽ മാറ്റമുണ്ടാകാമെന്നും റസാഖ് പാലേരി. തകർച്ചയിലായ മണ്ണൂർ കിഴക്കുംപുറം പള്ളിത്തറ റോഡിന് ശാപമോക്ഷം. 90 ലക്ഷം രൂപ ചിലവിൽ 2.5 കിലോമീറ്റർ പാത നവീകരിക്കും. നിറവേറുന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം. പൂരത്തിൽ ആറാടി തൃശൂർ, പൊട്ടിക്കയറി മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിർത്തറമേളവും. വിസ്മയം തീർത്ത് വർണ്ണക്കുടമാറ്റം. മതിവരാ കാഴ്ചകളിൽ ലയിച്ച് 10,000. AIYF 46ാമത് സംസ്ഥാന സമ്മേളനത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങളായി. സമ്മേളനം മെയ് 7-ന് തുടങ്ങും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുക 315 പ്രതിനിധികൾ. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി കച്ചവടവൽക്കരിക്കുകയാണെന്നും ഇതുൾപ്പെടെ രാജ്യത്തെ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.